ഞങ്ങൾ സ്തുതിച്ചേറ്റ് പറയുന്നു. സ്വർഗീയ പിതാവിന്റെ വചനമായ നിന്നെ രക്ഷയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നിന്ദമായ മണ്ണിൽ നിന്ന് തിരുമുമ്പാകെ സ്തുതിപാഠകരായി ഞങ്ങൾ നിർത്തിയ നിന്റെ പരിശുദ്ധമായി ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭൂമിയിലെ രാജാവായി ആദ്യ മനുഷ്യനായ ആദാമിനെ വെള്ളിയാഴ്ച നീ സൃഷ്ടിച്ചു. അവൻ മഹിമയോട് ഉല്ലസിപ്പാനും മലകമോർക്ക് ചാർച്ചക്കാരനാകാനും നീ അവന് പർദീസായിൽ വാഴിച്ചു. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നീ അവനെ ഏതൊരു അവകാശിയാക്കി ഭൂമിയിലുള്ള സകലത്തിന്റെയും ആധിപത്യം അവന് നൽകി. എന്നാൽ 3 മണിക്ക് മോഹനീയമായ പഴത്തിന്റെ അടുക്കലേക്ക് മൂഢതയാൽ അവൻ നടത്തിയെന്ന് വെമ്പലോടെ ഭക്ഷിച്ച് നഗ്നനായി തീർന്നു. ആദമേ 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 നീ എവിടെയാകുന്നെന്ന് ഒരു ഗംഭീര ശബ്ദം കേട്ട് എന്റെ നാഥ നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് അവൻ മുഖലജ്ജയോടെ ഉത്തരം പറഞ്ഞു. നീ ക്രോധവും കോപവും കൊണ്ടു മത്സരമില്ലാത്ത ദാസ നീ നിന്നെ അവകാശപ്പെട്ട് മുള്ളു നിറഞ്ഞ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോകുക എന്ന് അവനോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തൃകൽപ്പനയാൽ പരദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അവന്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വായോടുകൂടി ദുഃഖകരമായ ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. നിന്റെ രാജകീയ സ്വരൂപം നശിച്ചു പോകുമെന്ന് നിന്റെ കൃപയ്ക്ക് നന്മകളാക്കുക. നിന്റെ സ്വരൂപ രക്ഷയ്ക്കായി നിന്റെ വചനമായ അനാഥനെ നീ നിയോഗിച്ചു. അവൻ പാപവികാരമന്നെ ഭരണം നടത്തി ആദാമിനെ രക്ഷിക്കാനായിട്ട് വെള്ളിയാഴ്ച തന്നെ കുരിശുമരണത്തിൽ തൂങ്ങിച്ചെന്നു. ഒരു ദുഷ്ടനെ എന്ന പോലെ അന്നായുടെ പോലത്തിൽ അവനെ ബന്ധനത്തിലാക്കി കയ്യാപ്പാട് ഗൃഹത്തിൽ വെച്ച് ഒരു കുറ്റക്കാരനെ പോലെ അവനെ വടികൊണ്ട് കടിച്ചു. ബലഹീനനെ പോലെ അവൻ തൂണിനെ കെട്ടിപ്പിടിച്ചു. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റക്കാരനെ പോലെ അവനെ കൊലപ്പെടുത്താൻ ഏൽപ്പിച്ചു. വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ നാഥനായ മനുഷ്യൻ നമുക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടത അനുഭവിച്ചു, നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച മനുഷ്യൻ ആദാമിന്റെ മക്കളായ അശുദ്ധരിൽ നിന്നും തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ട് കെട്ടുന്നതിന് തല മത്സ്യമണങ്ങിക്കൊണ്ട് ആദാമിന് മുന്നിൽ ഒരുമിച്ച് കൂടി. വെള്ളിയാഴ്ച യൂദന്മാരുടെ രാജാവേ സമാധാനമെന്ന് അപഹസിച്ച് പറഞ്ഞുകൊണ്ട് മശിഹായ്ക്കെതിരായി സഭ കൂടി. ബാശാനിലെ അനേക കാളക്കുട്ടികളും എന്നെ ചുറ്റുവിളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞത് നിവൃത്തിയായി. വെള്ളിയാഴ്ച ആദാമിന്റെ തലയിൽ രാജകീയ കിരീടം വയ്ക്കപ്പെട്ടു. വെള്ളിയാഴ്ച നമ്മുടെ ദൈവത്തിന്റെ കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടു. ആദാം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പർദീസായിൽ 3 മണിക്കൂർ നേരം വരുന്നു. നമ്മുടെ കർത്താവ് ആദാമിന്റെ മക്കളായ മന്മയുടെ അടിയേറ്റുകൊണ്ട് 3 മണിക്കൂർ നേരം ന്യായസ്ഥാനത്ത് നിന്നു. വെള്ളിയാഴ്ച ഹവ്വ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. വെള്ളിയാഴ്ച 6 മണിക്ക് ജീവവൃക്ഷമാകുന്ന കുരിശിലേക്ക് കയറി. വെള്ളിയാഴ്ച ആദാമിന് മരണകരമായ പഴം കൊടുക്കുകയും അവൻ തിന്ന് ആത്മീയമായി മരിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കയ്പുനീരും നീട്ടിക്കൊടുക്കുകയും താനത് കുടിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും പാപം ചെയ്ത വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. വെള്ളിയാഴ്ച അവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നനാണ് എന്നറിഞ്ഞു. വെള്ളിയാഴ്ച സത്യപ്രകാശം അവർ കൊതിക്കുകയും ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാഴുകയും ചെയ്തു. വെള്ളിയാഴ്ച പർദീസായുടെ വാതിൽ അടയ്ക്കപ്പെടുകയും തങ്ങൾ അത് പതിച്ച് നിന്ദരായി തീർന്നതിനാൽ സൗഭാഗ്യവാസികളായ ആദാമും ഹവ്വയും അവിടെ നിന്ന് പുറപ്പെട്ടു പോരുകയും ചെയ്തു. വെള്ളിയാഴ്ച ആനന്ദകരമായ പർദീസായിൽ ആദാം ശാപഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. ഈ വെള്ളിയാഴ്ച കുരിശിൽ
ഉച്ചത്തിൽ നിന്ന് മണ്ണിൽ ഉറങ്ങിക്കിടന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങി. ആദാം ബുദ്ധിഹീനതയാൽ ചെയ്തുപോയ സകലത്തെയും പാപം ഒന്നൊഴുകി തന്റെ വ്യാപാരത്താൽ നിറവേറ്റി. മരണത്തെ താൻ ബലാൽ ജയിച്ച് പാപത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കീസേദെക്ക് പൗരോഹിത്യം നടത്തുകയും അബ്രഹാം തന്റെ ഏകപുത്രനെ ബലികഴിക്കുകയും ചെയ്ത സ്ഥലത്ത് തന്നെ രക്ഷിതാവായ യേശുദമ്പുരാന്റെ കുരിശുമരം നാട്ടി. രഹസ്യപൂർണമായ ചോരയും വെള്ളം മാതാവിന്റെ വായിലേക്ക് ഇറ്റിട്ട് വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിന് വേണ്ടി നാം തനിക്കും തന്റെ പിതാവിനും പരിശുദ്ധമായ